താലി കെട്ടെടുക്കുന്ന പോലെ അഴിക്കുന്നതും കൂടെ എടുക്കണം അല്ലേ? അതെ, കഷ്ടപ്പെട്ട് പലയിടങ്ങളിലും പൂ കയറ്റിക്കൊണ്ടിരിക്കുക, സ്ഥലം മാറി പോവും കേട്ടോ. ഇതിൽ എത്ര പൂവുണ്ടെന്ന് എണ്ണട്ടെ? വേണ്ട, നോ അതെണ്ണാൻ വേണ്ടി ഇവിടെ ആളുകളുണ്ട്. ഇല്ല, എനിക്ക് എണ്ണണം പറ്റൂല, ഞാൻ എണ്ണും. അതെണ്ണാൻ വേണ്ടി ഞാൻ വേറെ ആളുകൾ നിർത്തിയിട്ടുണ്ട്. എണ്ണി കമന്റ് ഇടണം കേട്ടോ. ഇതിൽ എത്ര പൂവുണ്ടെന്ന് എണ്ണി. ബെല്ലി ഡാൻസ് കൂടെ പഠിച്ചിരുന്നെങ്കിൽ. പൂ പോയോ? ഇല്ലല്ലോ. ഇങ്ങനെ എന്തോ ബാക്കിൽ നിന്നാവുന്നുണ്ടോ നോക്കിയത്. താലി കെട്ടെടുക്കുന്ന പോലെ അഴിക്കുന്നതും കൂടെ എടുക്കണം അല്ലേ? കാണൂല, നീ ഒന്നും കാണൂല, കഷ്ടപ്പെട്ട് പുൽക്കവടിയിൽ ഇരുന്നിട്ട് കാണും. അത് കേട്ടോ, കെട്ട്. അങ്ങനെയാണ് ഇവിടെ കെട്ട് പെണ്ണുമ്പുള്ളേ. അത് കുഴപ്പമില്ല പെണ്ണുമ്പുള്ള, കെട്ട് കെട്ട്. ഞാൻ അങ്ങനെ കെട്ടി, ഇനി ആരും നോക്കണ്ട, എനിക്ക് മാത്രം. അയ്യേ, പുറകേതൊരു കുത്തു കൊടുക്കാനുള്ളതൊന്നല്ല. നിങ്ങൾ റെഡിയാ? ഇതിങ്ങി താ, അല്ലെങ്കിൽ പണിയിട്ട് മണ്ണ ഇല്ല, ഞാൻ ഇട്ടോളാം. ഇത് പഠിപ്പിക്കുകയാണ് എന്നയുടെ എന്റെ ശിഷ്യത്തെ സ്വീകരിച്ചു. പാദങ്ങൾ പിടിക്കും, പാദങ്ങൾ. വെറുതെ എങ്ങാനും ഈ വള്ളി പിടിച്ച് വലിക്കരുത്, എല്ലാം ഇന്ന് ചഴം. മുറുകെ കെട്ടി വെക്കണം സാറേ, അല്ലെങ്കിൽ താഴെ പോകും. ഇത് ഇനി ചേരൂല, ഒരു സുഖമില്ല. ഇതിന് വേറെ വേറെ ഇടണം. ഇതിന് എന്റെ വേറെ ഇല്ല, വേറെ നമുക്ക് നോക്കാം. അവസരം മുതലെടുക്കുന്നു സജി. മഞ്ഞുണ്ടോ? മഞ്ഞുണ്ടോ പച്ചയുണ്ടോ എന്നൊന്നും അറിയില്ല. ഞാൻ കുറെ തന്നിട്ടുണ്ടായിരുന്നില്ലേ, എടുക്കങ്ങള്. മഞ്ഞയൊക്കെ കുടുംബത്തെ വെച്ചിട്ട് വന്നേക്കാ. ഇല്ലടാ 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 ഇല്ല സജി, ഇല്ല സജി, ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. മഞ്ഞ വെച്ച് നമുക്ക് പിന്നെ തരാം. ഇത് മെറൂണാ. മഞ്ഞ മഞ്ഞ ഉണ്ടായിരുന്നില്ലേ? ഇതിന്റെ വേണ്ട, അതാ കളർ. ഓ പറ്റും, പറസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിട്ടിയില്ല. ഞാൻ കൊടുത്ത മഞ്ഞയൊക്കെ കൂടെ കുടുംബത്തെ എടുത്ത് കുടുംബത്തെ വെച്ചേക്കോ. ഇല്ല, എന്നിട്ട് മാറിയിട്ടില്ല. ഇങ്ങനെ വെച്ചാലോ? ഇതിപ്പോ രണ്ടും ഒരേപോലെ വന്നതുകൊണ്ട് ഞാനിത് മാറ്റി. അങ്ങനെ എന്റെ ഡ്രസ്സിന് അതേ കളറൊക്കെ വന്നിട്ട് ഇത് ഇടാൻ പറ്റില്ല, കളർ ചേഞ്ച് ആക്കണം. വേറെ ഡ്രസ്സ് മാറി. കഥകളി കൈ വിട്ടു. ഒരു മിനിറ്റ്. കഥകളി ക്യാമറയ്ക്ക് വേണ്ടി മാത്രമാണ്. കഥകളി ഏത് വേഷമാണ്? കത്തിവേഷം. കഥകളി കത്തിവേഷം. എല്ലാം പെടുന്നായിരുന്നു. ശരിപ്പിടി മായക്കണ്ണൻ മഞ്ജുള വർണ്ണൻ മണിഗോപുരവാ. ശശിക്കിലാണേ എങ്ങനെ? പക്ഷെ ഞാനിവിടെ നിൽക്കുമ്പോ അറിയൂലേ, അറിയാതൊക്കെ വന്നതാക്കിയാലല്ലേ രസമുള്ളൂ. അതായത് ഞാൻ ഈ പൂ വെച്ചിട്ട് ഒരു ഡ്രസ്സ് ഉണ്ടാക്കാൻ പോവാം. ഇവിടെ പൂവൊക്കെ പറിച്ച് വെക്കേണ്ടി വരുമല്ലോ ഈശ്വര. ലാസ്റ്റ് ഇവിടെയൊക്കെ ചൊറിയോ പണ്ടാരം. എൻ്റെ ഐഡിയ ഇപ്പൊ ആശാനെ. ആക്ച്വലി ഞാൻ എൻ്റെ ഫോട്ടോഷൂട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? പൂക്കൾ. ഈശ്വര, ഈ ചേച്ചി എവിടെയൊക്കെയാണ് പൂ കയറ്റുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതെ, കഷ്ടപ്പെട്ട് പലയിടങ്ങളിലും പൂ കയറ്റിക്കൊണ്ടിരിക്കുക, സ്ഥലം മാറി പോവും
കേട്ടോ. ഇതിൽ എത്ര പൂവുണ്ടെന്ന് എണ്ണട്ടെ. വേണ്ട, നോ അത് എണ്ണാൻ വേണ്ടി ഇവിടെ ആളുകളുണ്ട്. ഇല്ല, എനിക്ക് എണ്ണണം. പറ്റൂല, ഞാൻ എണ്ണും. അത് എണ്ണാൻ വേണ്ടി ഞാൻ വേറെ ആളുകൾ നിർത്തിയിട്ടുണ്ട്. എണ്ണി കമന്റ് ഇടണം കേട്ടോ. എങ്ങനെയുണ്ട്? ഇതിൽ എത്ര പൂവുണ്ടെന്ന് എണ്ണി. ബെല്ലി ഡാൻസും കൂടെ പഠിച്ചിരുന്നെങ്കിൽ. പൂ പോയോ? ഇല്ലല്ലോ. ഇങ്ങനെ എന്തോ ബാക്കിൽ നിന്നാവുന്നുണ്ടോ നോക്കിയത്. വലിച്ചൂരി എടുക്കരുത്. തോറ്റി കയ്യിലിടുന്ന സാധനമൊക്കെ എടുത്ത് തലയിലിട്ട് വെച്ച് നോക്കി. കയ്യിലിട് ഇങ്ങനെ കാണിക്കണ്ടേ? അപ്പോഴല്ലേ നിങ്ങളെയൊക്കെ നിൽക്കണം. എന്തൊക്കെയാണ് അത്രയൊക്കെ അങ്ങോട്ട് ഇറക്കണ്ട. അവസരം മുതലെടുക്കരുത് സജി. പറ്റണ പോലെയൊക്കെ വെച്ചാ മതി. പൂ വയ്ക്കാൻ വേണ്ടി അവസരമുണ്ട്. അടുത്ത ഷൂട്ടിന് പൂ വയ്ക്കാനായി വരാൻ ചേച്ചി എന്ന് പറയുന്നവർക്ക് സ്വാഗതം. അതെ, അവിടെ വെക്കണം, അവിടെ വെക്കണം. മിക്കവാറും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഊരി ചൊറിഞ്ഞ് ഓടുന്ന ഇതുണ്ടാവും. ഉപ്പളത്തിലേക്ക് ചാടും ചൊറിഞ്ഞ് കഴിഞ്ഞാൽ. കുനിഞ്ഞ് നിൽക്കേണ്ടാവുന്നു എന്നൊക്കെ എന്താ അവസ്ഥ. നടുവിനൊരു നിന്നൽ. പൂ തന്നെയല്ലേ വെക്കുന്നേ? അവിടുന്ന് ഇവിടുന്നൊക്കെ പോവും. ഇവിടെ ഒരെണ്ണം കൂടെ വെച്ച് മതിയായിട്ടില്ല. ഇവിടെ മേത്തൊക്കെ സൺസ്ക്രീം എടുത്ത് പൂശണമായിരുന്നു കഴിഞ്ഞിട്ട്. ആരടിച്ച് പണ്ടാരുടെ. എങ്ങനെയുണ്ട് എൻ്റെ പൂക്കളുടെ ചട്ടി? എങ്ങനെയുണ്ട് എൻ്റെ ചെമ്പറം ചട്ടി? അത് പറ. ഇത് ചെമ്പറം ചട്ടിയല്ല, ഒരു സിംഗിൾ പീസാ. അതൊക്കെ ഇടലിക്ക് താങ്ങരുത്. 5-6 ക്യാമറ വേനാണ് ഇച്ചിരാ. അച്ചടാ, ഇത് മൊത്തം കടിച്ച് തിന്നോ? വെക്കാൻ എളുപ്പമായിരുന്നു. അതെ, ബീച്ചിൽ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അത്ര ഈസി ഒന്നുമല്ല. സമയം 8 കാലമായിട്ടുള്ളൂ. പക്ഷെ ഉടുക്കത്തെ വെയിൽ പൊള്ളിയിട്ട് വയ്യ. ഇപ്പം തന്നെ കോലം കണ്ടാൽ മനസ്സിലാവും. വന്നപ്പോഴത്തേക്ക് ഇരുന്ന പോലെയല്ല, ടാനടിച്ച് ഒരു വഴിക്കായിട്ടുണ്ട്. 2 കാര്യമാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഒന്ന് പോയി മൂത്രമൊഴിക്കണം. കടലിൽ പോയി മൂത്രമൊഴിക്കൽ മോശമല്ലേ, അതുകൊണ്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം ഭക്ഷണം കഴിക്കണം. ഇവിടെ എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നുള്ളത് അന്വേഷിക്കണം. എത്രയും പെട്ടെന്ന് ഈ വെയിലത്തുനിന്ന് പോവുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. പുള്ളി പണ്ടാരടങ്ങിയിരിക്കുക. അപ്പോൾ കമോൺ പാക്കപ്പ്.